അവർ ആകെ തന്ന അണ്ടർഗാർമെന്റ്സ് മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. നമുക്ക് പുറത്തിടാൻ ഡ്രസ്സ് വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ജോഡി ഡ്രസ്സാണ് കൊടുത്തത്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 2 ദിവസം കുളിക്കാൻ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ 2 ദിവസം കുളിക്കാതെ നടന്നോ? കുളിക്കാന്ന് വെച്ചാൽ കുളിക്കാതെ ഇൻ ദ സെൻസ് ദേഹം കഴുകിയിട്ട് നമ്മൾ ഇതേ ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റുള്ളൂ. അതാ ചെയ്തത്. ദേഹം കഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുളിക്കാന്ന് പറഞ്ഞാൽ തല നനയ്ക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തല ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് നനച്ചുകൊണ്ടിരുന്നത്. കാരണം ഷാമ്പു അവിടെ കമ്മിയായിരുന്നു. അതായത് ഒരു ചെറിയ സോഡ അല്ല, ഡപ്പി കുപ്പിയില്ലേ നമ്മൾ ചെറിയ ഹോമിയോ ഗുളികയുടെ, ആ ഹോമിയോ ഗുളികയുടെ കുപ്പിക്കകത്തുള്ള ഷാമ്പു ആണ് അവിടെ തന്നുകൊണ്ടിരുന്നത്. പിന്നെ മറ്റേ നമ്മുടെ മോയ്സ്ചറൈസറും അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോപ്പ് ചെറിയ കഷ്ണമാണ്. ഇതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കഴിച്ചോണം. പേസ്റ്റ് മാത്രം ഉണ്ട്, ആവശ്യത്തിന് പേസ്റ്റ് ഉണ്ട് അവിടെ. എത്ര 10-15 പേസ്റ്റ് ഇട്ട് വേണമെങ്കിൽ, കാരണം KP നമ്പൂതിരി അവരുടെ സ്പോൺസർ, അതുകൊണ്ട് ഇഷ്ടംപോലെ പേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം കമ്മിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മിച്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത് ചെന്നൈയാണ്. അതുകൂടാതെ ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം നമ്മൾ സോപ്പ് തേച്ച് മെഴിക്കാലല്ലേ വെള്ളം കളയത്തുള്ളൂ. ഇത് പെട്ടെന്ന് അങ്ങ് നമ്മൾ ദേഹം കഴുകി കുളിച്ചൊക്കെ ഇറങ്ങും. ഞാൻ ഒരു നേരം ദേഹം കഴുകുമായിരുന്നു. രാവിലെ ഞാൻ കുളിച്ചിട്ടേ അടുക്കളയിലോട്ട് വരത്തുള്ളായിരുന്നു. അതുപോലെ കുളിക്കുന്ന 2 ദിവസം കൂടി ഷാമ്പൂവിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കേണ്ടതുകൊണ്ടും തല ഇങ്ങനെ ചകിരി പോലെ ആയിട്ടിരിക്കുമായിരുന്നു. എണ്ണയൊന്നും അവിടെ എണ്ണയില്ല, ആർക്കും എണ്ണ കൊടുത്തിട്ടില്ല. ഞാൻ പോരുന്നവരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞത്. അതും ടാസ്ക് ചെയ്താലാണ് കുറേയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു ഞങ്ങളുടെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട്, സാധനങ്ങൾ ഡെഫിഷ്യൻസി കൊണ്ട് ഞങ്ങൾ എല്ലാവരും ദേഹം കഴുകുന്നു. അവിടെ ആരും കുളിക്കാതെ, ഈ രേണു ആയാലും ആരായാലും രാത്രി കുളിച്ചിട്ടേ എല്ലാവരും കിടക്കത്തുള്ളായിരുന്നു അവിടെ, ഇൻക്ലൂഡിങ് ബിന്നി ഉൾപ്പെടെ.